ഗൈസ് അപ്പൊ നമ്മള് എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മഞ്ഞാട്ടം പുറത്ത് ഇപ്പൊ ഭയങ്കര തണുപ്പുണ്ട്. ഈ കൈയൊക്കെ കോർന്നുണ്ട്. ഈ തണുത്ത കാറ്റ് കണ്ട നല്ല മഞ്ഞുണ്ട്. നമുക്ക് കടലിൽ കൂടെ കിണറ്റിൽ നിന്ന് നമുക്ക് മുക്കാൻ പറ്റത്തില്ല വെള്ളം. കിണറ്റിന് കപ്പയല്ല, കിണറ്റിൻ്റെ തൊട്ടി എന്താ പറയുക കിണത്തേക്കാളും ചാടിയിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ മുക്കിയപ്പോൾ ഒറ്റ ശബ്ദം ഒട്ടിയില്ല ഗൈസ്. ഇനി നമുക്ക് അപ്പം ഗൈസ് ഞാൻ ഉറങ്ങിയപ്പോൾ അമ്മച്ചിട്ട് ഒരു ചെറിയ പഴയ ടോപ്പായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ കിടക്കുമ്പോൾ ഇടാറ്. തണുപ്പുള്ള രാത്രിയാണെങ്കിൽ അമ്മച്ചിൻ്റെ നല്ല കട്ടിയുള്ള ഡ്രസ്സുകൾ, ചൂടുക്കുന്ന രാത്രിയാണെങ്കിൽ ഇൻ്റെ ഡ്രസ്സ് തന്നെ ഇടും. അത് ആകുമ്പോൾ നമുക്ക് ചൂട് വെക്കുമ്പോൾ ഇങ്ങനെ ഭ്രാന്തടിച്ചപ്പോൾ ഞങ്ങളെ ഫാനാണെങ്കിൽ വലിയ കറങ്ങുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭയങ്കര തണുപ്പാട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ ആദ്യം പല്ലേക്ക് എനിക്കിന്ന് മദ്രസ ഉണ്ട്, മദ്രസക്കൊക്കെ പോകണം. അപ്പോൾ ഗൈസ് ഞാൻ പല്ല് തേച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ഞാൻ മദ്രസക്ക് പോകാൻ നിൽക്കാണ്. ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ച് നിൽക്കുന്നത്. ഇനി നേരെ മദ്രസക്കാണ് പോകുന്നത്. പറഞ്ഞതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ജലദോഷം പിടിച്ചിട്ട് ആക്കിട്ടുണ്ടോ ഇതിൽ കൂടി പോകട്ടെ മദ്രസക്ക്. പക്ഷെ എന്നിട്ട് ഇപ്പം ഞാൻ ഒറ്റക്കാലോട് ഇതിൽ കൂടെ പോകാനായിട്ടില്ല. അതൊക്കെ കുറുക്കോയി കൂടെ പോകാനായിട്ടില്ല. അവിടെ പട്ടിക്കുട്ടികളെ നോക്കിയെടുക്കുന്നുണ്ട്. 5 കുട്ടികളുണ്ട് തോന്നുന്നത്. കണ്ടോ ഞങ്ങൾ ആ ഭാഗത്തൊന്നും പോകില്ല. ആ ഭാഗത്താണ് ഈ പട്ടിക്കുട്ടികൾ. എൻ്റെ ക്ലാസ് ഞാൻ കാണിച്ചു തരാം. അവിടെ ലാസ്റ്റത്തെ ആ ഒരു ഭാഗത്താട്ടിൻ്റെ ക്ലാസ് ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റിൻ്റെ തണുപ്പൊക്കെ നടുവത്തെ മാസം കാണിച്ചെടുക്കാറ്. മലപ്പുറം ആദ്യത്തെ സ്കൂൾ കേട്ടോ. 3 ലക്ഷം രൂപ ക്യാമറ വന്നിട്ട് ഇതുണ്ടല്ലോ. ആ ഇപ്പോൾ ഇവിടെയാണല്ലേ എവിടേക്ക്? ആ ഇവിടെയാണ്. പോലെ നേരെ വൈകി
ഫ്രണ്ട്സ്, ഞാൻ മദർസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇമ്മച്ചി ഓഫീസിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. മദർസ വിട്ട് വരുമ്പോഴത്തേനും ഇമ്മച്ചി പോവും. ഇമ്മച്ചി 8:45 ആ ഒരു ടൈമിൽ പോവും. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് നേരെ യൂണിഫോം മാറ്റിയിട്ടുള്ളൂ. മദർസക്ക് യൂണിഫോം ഇടാതെ പോലെ അപ്പോൾ ഇവിടെ നേരെ യൂണിഫോമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇമ്മച്ചി ഞാൻ മദർസക്ക് പോകുമ്പോഴത്തേന് ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞിട്ട് ഒരു 8:45 ആ ഒരു ടൈമിൽ അമ്മച്ചി പോവല്. ഇപ്പം ഞാൻ വന്നിട്ട് അമ്മച്ചി പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ മദർസ വിട്ട് വന്നപ്പോൾ തന്നെ അമ്മച്ചി പോയിട്ടുണ്ട്. ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, എനിക്കിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ യൂണിഫോം മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എനിക്ക് എന്താ പറയുക, ചായ കുടിക്കാനുണ്ട്, മുടി വാരാനുണ്ട്, അതുപോലെ തന്നെ ടൈം ടേബിൾ ഒന്നും ഇന്നലെ എടുത്ത് വെച്ചിട്ടില്ല. ഇന്നെന്തായാലും ടൈം ടേബിൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ കുറേ ടൈം ആവും. അതുകൊണ്ട് തന്നെ എല്ലാ ബുക്കും ബാഗിലിട്ടാണ് കൊണ്ടുപോകുക. അതപ്പോൾ ഇനി നടക്കുള്ളൂ, അല്ലെങ്കിൽ കുറേ ടൈം ആവും. ഇനി എന്താ പറയുക, എനിക്കിനി എന്താ പറയുക, കൺമഷി അതൊക്കെ ഇടാനുണ്ട്. അല്ലെങ്കിൽ കൺമഷി ഒന്നും ഇടാതെ മുടിയൊക്കെ വാർന്നാണ് നേരെ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ നേരെ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇമ്മച്ചി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചായ ഉണ്ടായില്ല, കുടിക്കത്തില്ല, വെള്ളം കുടിക്കാം. അതിന് കൂടെ ഇമ്മച്ചി ഉണ്ടാക്കിയപ്പോൾ വന്ന് ബാക്കി തേങ്ങ തോന്നുന്നു. നമുക്ക് ഇതിന് കൂടെ കുറച്ച് ഇത് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടീൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ കറിയിലൊക്കെ ഒപ്പി തിന്നുമ്പോൾ, കറിയിലെ വയറ്റ് തിന്നുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ നന്നായിട്ട് വേണം എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് മണിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ പണി പാടി ഞാൻ ഇട്ട തേങ്ങ എന്നാലും ഈ പണി പാടും. അതുകൊണ്ട് നമുക്ക് വാരിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്കൂൾ ഫ്രണ്ട്സ്, എൻ്റെ പുട്ട് താഴെ ചാടിയിട്ടുണ്ട്. ഞാൻ പുട്ട് താഴെ ചാടി പറഞ്ഞപ്പോൾ ഇത് പുട്ടിൻ്റെ നമ്മൾ നേരത്തെ കുറച്ച് മട്ടിലേത് കൊടുക്കുന്ന തേങ്ങ, ആ തേങ്ങ ചാടിയത് പുട്ട് ചാടിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതങ്ങാനും വെച്ച് വന്നിട്ട് കണ്ട ഇനി ബാക്കി പറയാനൊന്നും ഉണ്ടാവില്ല. അതുതന്നെ ഇമ്മച്ചിക്ക് സ്റ്റാൻഡ് വാങ്ങി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ മാറി എവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതാണ് ചാടി ആകെപ്പാടെ ഇതാവും. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം അടുത്തൊന്ന് ഡാൻമൈ ലൈഫ് ഇടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡാൻമൈ ലൈഫൊക്കെ ഇടാം. കാരണം ഇത് സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇത് കടലക്കറിയാണ്. കടലക്കറി അങ്ങനെ ഫ്രണ്ട്സ്, ഇതാ പുട്ടും കടലക്കറിയാണ്. ഞാൻ ഇനി ചായ കുടിച്ച് വരാം കേട്ടോ. ഇതാ നമ്മൾ പുട്ടും കടലക്കറിയൊക്കെ ഇതാ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചായ കുടിച്ച് വരാം കേട്ടോ. നമുക്ക് ചായ എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പുട്ടിൻ്റെ കൂടെ ചായ കുറച്ച് കറിക്കൊപ്പാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കുറച്ച് ചായ വെച്ചിട്ട് കുറച്ച് പഞ്ചാരയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2 ഭാഗമാക്കും. എന്നിട്ട് ഒന്ന് കറിൻ്റെ കൂടെ കഷ്ണം, മറ്റേ കഷ്ണം ഞാൻ ചായൻ്റെ കൂടെ കഴിക്കുക. എൻ്റെ രീതി ഇങ്ങനെയൊക്കെയാണ്. അതൊന്നും നിങ്ങളൊന്നും വിചാരിക്കുന്നു ചെയ്യരുത് കേട്ടോ. ഇത്ര മതി. അപ്പം നമുക്ക് ചായ കുടിക്കാം. നിങ്ങൾ വേണം. അപ്പോൾ ഫ്രണ്ട്സ്, ചായ പുട്ടും കറിയും നമുക്കിതാ ചായ കുടിക്കണം. അപ്പോൾ ഇനി ഞാൻ ചായ കുടിച്ചിട്ട് തരാം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചായ കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചായൻ്റെ കൂടെ ചായയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ചായയും കുറച്ച് ഇങ്ങനെ ചെറുനനവോടുകൂടി കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കറിയാവാതെ സൂക്ഷിക്കണം, അപ്പോൾ രസം ഉണ്ടാവില്ല. ഇവിടെ ഇമ്മല്ലല്ലോ, ഇമ്മല്ലാത്തത് അതായത് ഇമ്മ വർക്കിന് പോകണ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഉന്മേഷം അറിയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് പേടി വരും. അതുകൊണ്ടാണ് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ട് കഴിക്കണത്. ഇതാണ് എൻ്റെ ഉന്മേഷ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വൈബ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഉമ്മ ഉണ്ടെങ്കിൽ ആയാലും ഞാനിതാ ഇവിടെ വന്നിട്ടാ കഴിക്കുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാം കണ്ടിങ്ങനെ ഇരുന്ന് കഴിക്കാം. അതാവുമ്പോൾ ഉള്ളിലാവുമ്പോൾ എന്താ അറിയില്ല, പ്രത്യേകിച്ച് ഒറ്റക്കാവുമ്പോൾ എനിക്ക് പേടി വരും. ഇനി എനിക്ക് കുറച്ചും പാടെ പേപ്പർ കിട്ടാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പേപ്പർ കിട്ടുമ്പോഴത്തേന് ലീവ് ആക്കില്ല സ്കൂളിലേക്ക്. ഇനി പേപ്പർ കിട്ടുമ്പോഴത്തേന് ലീവ് ആക്കുന്നല്ല സ്കൂളിലേക്ക്. അത് കാരണം നമ്മളെ കയ്യിൽ തന്നെ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നേരിട്ട് കിട്ടണമെന്ന്. അന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ലീവായ സമയത്ത് ചിലപ്പോൾ വേറെ കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കും, ചിലപ്പോൾ സാറിൻ്റെ കയ്യിൽ തന്നെ ആകാരം. അപ്പോൾ നമ്മൾ കുട്ടികളെ ചിലപ്പോൾ നമ്മളോട് എനിക്ക് മാർക്ക് കുറവാണ് ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മാർക്ക് ഓരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഞാൻ ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ എന്നോട് മാർക്ക്. അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ പറയുമ്പോൾ എന്തോ പോലെ ആക്കാരം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോണത്. നല്ല വെയിലുണ്ടോന്നു. ബെല്ല് ഏകദേശത് വീഡിയോ വട്ടാക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് എന്താ എനിക്കിന്ന് പോകാൻ തന്നെ ഒരു മൂഡില്ല. ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് ഇന്ന് എനിക്ക് എന്താവും നല്ല ക്ഷീണുണ്ട്. പക്ഷെ എന്തായാലും പോകേണ്ടി വരും. പിന്നെ എന്താ പറയുക, ഒറ്റക്ക് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ പോലെ ചിലവരുടെ ഉമ്മമാർ ഇങ്ങനെ ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവർ ഒറ്റക്കാക്കണം. പക്ഷെ അവർക്ക് ചേച്ചിയും അനിയത്തിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ഒറ്റ മോളായിട്ട് അവരുടെ അമ്മ ജോലിക്ക്, ഞാൻ 2ാം ക്ലാസ് മുതലേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നു. എന്നിട്ട് എൻ്റെ പേടി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ പോണ കുട്ടി പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. അതുകൊണ്ട് ഞാൻ ആക്ഷൻ കാട്ടി ചെയ്തിട്ടോള് പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. ഇനി ഞാൻ മാത്രമുള്ളൂ പോകാൻ. ഇനി ഇവിടുന്ന് ആരുമില്ല പോവാൻ. അപ്പം ഇത് കഴിച്ച് തീർത്തിട്ട് കാണാം. കാരണം ഒരുപാട് നേരം വൈകിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഉറപ്പാണ് ഫസ്റ്റ് പീരീഡെങ്കിലും എത്തുണ്ടാവുള്ളൂ സ്കൂളിലേക്ക്. അപ്പോൾ ഇന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മുടി വാരണം.
മുടി നല്ല കെട്ടാണ്. ഇന്ന് രാത്രി കിടന്നപ്പോൾ ഞാൻ മുടഞ്ഞിടാൻ മറന്നുപോയി. അപ്പോൾ നല്ല കെട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സ് രാവിലെ ഞാൻ കുളിക്കും, എന്നിട്ട് മസ്ക് പോവാറ്. പക്ഷെ തല നനയ്ക്കത്തില്ല. മേലൊക്കെ ഞാൻ ഇനി പറയാം, എനിക്കറിയാം. പക്ഷെ എനിക്ക് അലർജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം രാവിലെ തന്നെ തല നനച്ചാൽ പിന്നെ തുമ്മലാക്കാരം. ആ ദിവസം ഫുള്ള് തുമ്മലാക്കാരം. ഞാൻ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട്. അതിനുശേഷം ഞാൻ രാവിലെ തല നനക്കലില്ല, മേലാകും. എന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് തല നനച്ച് കുളിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറേ. നല്ല കെട്ടുണ്ട്. ഇന്നും ഉമ്മച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ സ്കൂൾക്ക് ഉമ്മച്ചുള്ള ദിവസം സ്കൂൾക്ക് പോകുമ്പോൾ ഉമ്മച്ചി തന്നെയാണ് മുടി വാർന്ന് തരാറ്. ഞാൻ മുടി വാർന്ന് ചിലപ്പോൾ ഓളമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇമ്മച്ചി തന്നെയാണ് എനിക്ക് എന്നെ മുടി വാർന്ന് തരാറ്. അപ്പോൾ ഇന്ന് ഇമ്മച്ചി ഓഫീസിക്ക് പോണ സമയത്ത് ഇമ്മച്ചി ഓഫീസിക്ക് പോകുമ്പോൾ എനിക്ക് എങ്ങനെ മുടി വാരാ വെച്ചാൽ ഇമ്മച്ചി ആദ്യം ഞാൻ മസ്ക് പോണതിന് മുമ്പ് മുടി വാർന്ന് തരും. എന്നിട്ട് ഞാൻ അവെല്ലാം മഫ്തിട്ടിട്ട് പിന്നെത്തും. എന്നിട്ട് വന്നിട്ട് വെള്ളം മഫ്ത് വരും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് അമ്മച്ചിക്ക് സമയം കിട്ടിയില്ല. അപ്പം അമ്മച്ചി പറഞ്ഞു ഈ നല്ല എങ്ങനെയെങ്കിലും വാർന്നോ, അതായത് ഒരു ബണ്ണെടുത്തിട്ട് മോൾക്ക് പിടിച്ച് കെട്ടിയാൽ മതി, വയവെടുക്കാണ്ട്. അപ്പോൾ കുളമാവും. എനിക്ക് വയവെടുക്കാൻ അറിയില്ല, അപ്പോൾ അതുകൊണ്ട് കുളമാവും. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ഇങ്ങനെ കെട്ടില്ലേ, നമ്മളിങ്ങനെ ഒരു പേര് പുളി ടൈപ്പോ അങ്ങനെ കെട്ടുക. അങ്ങനെ കെട്ട് കറുത്തിട്ടുണ്ട്. അയ്യോ, ഇനി നമുക്ക് നല്ല ഇവിടെ മിറർ ഉണ്ട്, അതോടെ ഇങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെയോ ഒരു കൊളായ രീതിയിൽ കാണുന്നുണ്ട്. ഇനി ഇതൊക്കെ മതി. ഇനി ഞാൻ വാച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല, എന്നാലും ഞാൻ നിങ്ങളോട് പറയാന്നുള്ളൂ. എങ്ങനെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മാറ്റം കാണിച്ചു തരാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിനൊരു വാച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ വാച്ച് ചാർജറൊന്നും ഇല്ല, എന്നാലും വെറുതെ പോവാന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എങ്ങനെ ഒരുങ്ങി നിങ്ങൾ കണ്ടോളൂ കേട്ടോ സ്കൂൾക്ക് പോകുമ്പോൾ. ഐബ്രോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും ഞാൻ ഐബ്രോ ഇടൂല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഐബ്രോ ഇട്ട് കൊടുക്കും കേട്ടോ. നന്നായിട്ട് കട്ടിയിലിടൂല, ചില ഭാഗത്ത് ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്യും, അങ്ങനെ ഞാൻ ഇടാറ്. പറയായോ? വേറെ ഐഡിയയില്ലല്ലോ. ഈ ഭാഗം ഫ്ലോറായി പോയല്ലോ. ഇപ്പം എവിടെ ഇപ്പം ഈ ഷാളുണ്ടെങ്കിൽ ആക്കാം.
കോമഡി ആയില്ലേ? ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം ഈ ഭാഗം ബ്ലോറായി ഇപ്പോൾ തോന്നുന്നു. ഇതിനേക്കാളും മികതാണ് ഐബ്രോ ഇട്ടാനുള്ള പ്രശ്നം. ഇതിനേക്കാളും ഭേദം ഐബ്രോ ഇടാൻ നിന്നാൽ മതി. ഓക്കെ, അങ്ങനെ ഞാൻ ഐബ്രോ ഇട്ടു, പൗഡർ ഇട്ടു. ഇനി നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ് ബാം ഇതിൻ്റെ ചുണ്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്, അപ്പോൾ അതാണ് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നത്. എന്താ അറിയില്ല, ചുണ്ട് എന്താ പൊട്ടണത് നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, പിന്നെ സ്കൂളിലേക്ക് പോവല്ലേ, ഞാൻ ലിപ് ബാം പാട് ഇടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് നോക്കുകയാണ്. അല്ലെങ്കിൽ കൊങ്ങണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഇനി മുതൽ ഇങ്ങോട്ട് നോക്കാട്ടോ, മറന്നു പോവാണോ? എന്നും മറക്കന്നെയാണ്. അങ്ങോട്ട് നോക്കടി. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഇനി കണ്ണെഴുതിൻ്റെ ഉള്ളിലാട്ട് എഴുതരുത്, അടിയിൽ കണ്ണെഴുതി കൊടുക്കാം. എനിക്ക് അടിയിൽ കണ്ണെഴുതിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ ഐലൈനർ ഇട്ടെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാലിട്ടിട്ടുണ്ട്. ഭംഗിയുണ്ടോ? ഞാൻ ഐലൈനർ ഇടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാലിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 ക്ലിപ്പ് തലൻ്റെ ബാക്കിൽ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി ഞാനിതൊരു ജെല്ലെടുത്തിട്ട് കാല് തേക്കും. എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ സ്കൂളിൽ പോയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനതാ നേരെ തന്നെ ബാഗിലോട്ട് എല്ലാം ഒന്ന് ആക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബാഗിൽ എല്ലാം ആക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് പുതിയ വാട്ടർ ബോട്ടിൽ വാങ്ങിയത്. എങ്ങനെയുണ്ട്, രസമുണ്ടോയെന്ന് പറയണേ. ഇത് എൻ്റെ 5ാം ക്ലാസ്സിൻ്റെ അതേ വാട്ടർ ബോട്ടിലാണ്. 5ാം ക്ലാസ് ഇതേ കളർ ഗ്രീനാന്ന് തോന്നുന്നു, ബാക്കി എല്ലാം സെയിം ആണ്, ഡിസൈനൊക്കെ സെയിം ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതന്നെ എനിക്ക് വാങ്ങാൻ തോന്നി. 5ാം ക്ലാസ്സിൽ വാട്ടർ ബോട്ടിൽ നമുക്ക് അങ്ങനെ ബാഗ് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ഷാൾ നോക്കണം. ബ്ലാക്ക് ഷാള്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബ്ലാക്ക് ഷാളൊന്നും കാണുന്നതന്നെയല്ല, അതോടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഷാൾ എടുത്തുട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളിലേക്ക് ഒരുങ്ങിയത് എങ്ങനെയുണ്ട് അത് പറയാൻ നിങ്ങൾ മറക്കരുത്. അപ്പം ഇനി ഞാൻ സ്കൂളിലേക്ക് പോട്ടെ. നമുക്കിന്ന് നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ സ്കൂളിലോട്ട് പോവാണ്. എനിക്കിനി ചെറുതായിട്ട് നേരം വൈകിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് സ്കൂൾ. അപ്പം ഞാൻ നടക്കലാണ്. എനിക്കിനി ഒരു 8 മിനിറ്റ് കൊണ്ട് അടുത്തണം. 8 മിനിറ്റ് കൊണ്ട് അടുത്തണം. അപ്പം സ്കൂളിൽ പോയി വരാം കേട്ടോ. ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈകുന്നേരം അല്ല, സമയം ഇപ്പോൾ രാത്രിയാണ്. ഒരു 7 മണിക്കാറ് സമയത്താണ്
കാരണം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ ഉമ്മച്ചിയോട് വിളിച്ചു, ഉമ്മച്ചി ചാർജ് എവിടെ ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ബാഗിൽ വെച്ചിട്ടുണ്ട്, ബാഗിൽ മറന്ന് പോയിട്ടുണ്ട്. അപ്പം തന്നെ പിന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഉമ്മച്ചി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോണൊക്കെ കുത്തി വെച്ചിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഉമ്മച്ചി അതിനകത്ത് കുറേ ഡ്രസ്സ് മടക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് ഞാൻ മടക്കി വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ ഇപ്പോൾ എനിക്ക് കുറേ ഹോംവർക്ക് തീർക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഷോ കാണും. എനിക്ക് ടി വിയിൽ എനിക്കൊരു ഷോ ഉണ്ട്. അതായത് ഇതിൻ്റെ പേരും ഓർമ്മയില്ല. നമ്മുടെ പ്രത്യേകിച്ച് ഒരു സീരിയലുണ്ട്. ഞാൻ സീരിയലിൽ കാണുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ എന്നെ പോലെ അതിൽ സീരിയൽ കാണും? ആരിപ്പോൾ കുട്ടികളായിരുന്നു സീരിയൽ കാണൂല. പക്ഷേ ഇപ്പോൾ ഇന്നലെ തൊട്ടാ തോന്നുന്നു ഇന്നലെ വെറുതെ എന്താ പറയുക ഒരു സിനിമ കാണുന്ന ഇടയിൽ അത് പരിചയമായപ്പോൾ ഞാൻ വെറുതെ ഒരു സീരിയൽ നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ തൊട്ടാണ് ഞാൻ അതിൻ്റെ അഡിക്റ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി എന്താവുമെന്ന് നോക്കണ്ടേ അതിൻ്റെ ബാക്കി. അപ്പോൾ അതൊക്കെ എനിക്ക് കാണണം. പെട്ടെന്ന് തന്നെ വേഗം മടക്കി വെച്ചിട്ട് വേഗം ഹോംവർക്ക് തീർത്താൽ എനിക്ക് ടി വി കാണാമെന്ന് ഉമ്മച്ചി പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മടക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹോംവർക്ക് തീർത്തിട്ട് നമുക്ക് ആ സീരിയൽ കാണണേ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതാ എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് ഇനി 2 ഉള്ളൂ. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് എക്സാം പേപ്പർ ഇനി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ എന്താ പറയുക എക്സാമിൻ്റെ പേപ്പർ റിസൾട്ട് ഞാൻ യൂട്യൂബിൽ കാണിക്കാത്തത്. ആ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചു തരേ. എനിക്ക് ഇപ്പം കിട്ടിയ പേപ്പറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എനിക്ക് കിട്ടുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അപ്പം ഇനി നിങ്ങൾ അത് കാത്തിരിക്കാക്കരുത് എൻ്റെ പേപ്പറിൻ്റെ മാർക്ക്. നിങ്ങൾ ഇങ്ങനെ പറയുക സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് മാർക്ക് കാണിക്കാതെ നിങ്ങൾക്ക് ഞാൻ മാർക്ക് കാണിക്കാതെ വെക്കുമോ? അപ്പോൾ ഇനി നമുക്ക് നേരെ ഹോംവർക്ക് തീർക്കാണ്ട് മദ്രസയിൽ നോട്ട് കംപ്ലീറ്റ് അല്ല, പിന്നെ നമുക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടീൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ നോട്ട് ഇന്ന് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. പിന്നെ മാക്സിമം എഴുതണം. ഞാൻ എഴുതിയിട്ട് ഇനി എഴുതാം, കുറേ എഴുതാറുണ്ട്. ഈ സ്കൂളത്തെ കുറച്ച് എഴുതാനുള്ളൂ, പക്ഷെ മദ്രസത്തെ നല്ല എഴുതാറുണ്ട്. സ്കൂളിൽ നമുക്ക് ഇനി നാളെ എഴുതാം, പക്ഷേ മദ്രസ നാളെ നമുക്ക് നോട്ട് കാണിച്ചു കൊടുക്കണം. അതാണ് പ്രശ്നം. സ്കൂളിൽ നമുക്ക് തിങ്കളാഴ്ച ഉള്ളല്ലോ, 2 ദിവസം ലീവല്ലേ. എൻ്റെ ക്ലാസ്സിലെ 2 കുട്ടികളെ നോട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാനിടോ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ ലിസാം നോട്ട് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ കംപ്ലീറ്റ് അല്ല കേട്ടോ. എനിക്ക് കുറേ എഴുതാണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഫുള്ള് നോട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷെ മാക്സിമം നോക്കും. എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ എഴുതിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആയവരുടെ ഭാഗ്യം. അത് അന്നാന്ന് എഴുതിയിട്ട് അന്നാന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പം ഇനി പ്രശ്നം വരില്ല. പക്ഷെ കുറേ ലീവായിരുന്നു. എനിക്ക് കുറേ പനിച്ചിട്ട് അതുപോലെ തന്നെ എനിക്ക് സുഖമില്ലാതൊക്കെ ആയിട്ട് കുറേ ലീവായിരുന്നു. എന്നാണ് ഒന്നാമത് സംഭവിച്ചത്. ഇനിയിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ എഴുതണം. കുറേ എഴുതാണ്ട്. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. നമ്മൾ ഈ അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ. അതാ മാറിപ്പോയല്ലോ. ഞാൻ നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ സംസാരിച്ചു പോയി, നോട്ടത്തൊന്നും നോക്കില്ല. പക്ഷേ ഇത് വേറെ സബ്ജക്റ്റാണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത്. പക്ഷേ ഞാനിപ്പോൾ എഴുതുന്നത് വേറെ സബ്ജക്റ്റും എഴുതിയത് വേറെ സബ്ജക്റ്റിൻ്റെ നോട്ടിലുമാണ്. ഓരോ അബദ്ധങ്ങളെ എന്ത് ചെയ്യാനാണ് അവൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ. ഞാൻ വീഡിയോയിലായിരുന്നു ശ്രദ്ധ, അതുകൊണ്ട് ഒന്നും നോക്കാൻ പറ്റിയില്ല.
ഇത് ഉമ്മച്ചി കേൾക്കണ്ട. ഇനിയിപ്പോൾ ആഴ്ചങ്ങന്ന് വേണം എഴുതാൻ. ആഴ്ചങ്ങന്ന് വേണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എന്നെപ്പോലെ തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവർ, നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ നോട്ട് കംപ്ലീറ്റ് ആയവരുടെ ഒക്കെ സുഖിയേ. എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരിന്ന് അന്നാന്ന് എഴുതി തരുന്ന അന്നു തന്നെ എഴുതിയ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കുക ഒന്നാമത് സംഭവിച്ചത്, ഞാൻ കുറേ ദിവസം ലീവായിരുന്നു ഫ്രണ്ട്സ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ലിസാനൊക്കെ ആകുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടത്തില്ല. അപ്പോൾ ഇനി ഉസ്താദിനോട് ഞങ്ങൾ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് PDF അയച്ചു തരും. അപ്പം ഇനി ചിലതൊക്കെ ഉസ്താദ് ബോർഡും എഴുതി തരിക, ചിലതൊക്കെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ടെസ്റ്റിൽ പൂരിപ്പിക്കാനുണ്ടാവില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ടെസ്റ്റിൽ പൂരിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് സുഖമില്ലാതായിട്ട് കുറേ ദിവസം ലീവായിരുന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് നോട്ടൊന്നും കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല. അപ്പം ഞാൻ വീഡിയോയിലാക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് അഥവാ എനിക്ക് പഠിക്കാതെ പോയാൽ ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ പണി പാളും. ഇപ്പം ഇനി വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ നോട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എഴുതാട്ടോ. ഏകദേശം ഇനി ആ ലിസാന് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടും, ഇപ്പോൾ ഫുഡ് കഴിക്കാതെ പോയി എഴുതിയാലും ഇങ്ങനെ ആക്കും പോലെ എഴുതുള്ളൂ. എനിക്കത് എന്നപ്പോൾ എനർജി കിട്ടില്ല. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് എഴുതുള്ളൂ. നല്ല എനർജി ആക്കാരെ. അപ്പം ഞങ്ങളുടെ ഉന്മേഷം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇതാണ് ഫ്രണ്ട്സ്, അതായത് സിറ്റ് ഔട്ടാണ്. അപ്പം നിങ്ങൾ സിറ്റ് ഔട്ടിന് കൊലയാണോ പറയുക, സിറ്റ് ഔട്ടാണോ പറയുക, ആദ്യം വല്ലതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊലയെന്നും പറയും, സിറ്റ് ഔട്ടെന്നും പറയും. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ എഴുതിയൊക്കെ കഴിഞ്ഞ് ഞാൻ TV കാണുകയാണേ. ഞങ്ങളെ കയ്യിലിപ്പോൾ പഴയ TV ആണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ TV ഒക്കെ കണ്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണേ. അപ്പോൾ ഇതൊക്കെയായിട്ട് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികളെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഗുഡ് നൈറ്റ്.